തൃശ്ശൂരിലെ വോട്ടർ പട്ടിക വിവാദവുമായി ബന്ധപ്പെട്ട് നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് CPI. പക്ഷേ വിവരാവകാശ നിയമപ്രകാരം VS സുനിൽകുമാർ നൽകിയ വിവരാവകാശ അപേക്ഷ തള്ളുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ സുനിൽകുമാർ തന്നെ നൽകും. എന്താണ് ഇപ്പോൾ അവർ നൽകിയിരിക്കുന്ന മറുപടി? അതായത് വിവരാവകാശ പ്രകാരം ഞങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വോട്ടർ പട്ടികയുടെ കാര്യത്തിലുണ്ടായിട്ടുള്ള കൃത്രിമത്വം അത് വളരെ ഗുരുതരമായ വിഷയമാണ്. കാരണം ഇരട്ട വോട്ടുകൾ മറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് വോട്ട് ചേർത്തിരിക്കുന്നു ഉൾപ്പെടെയുള്ള നിരവധി തെളിവുകൾ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ ഞാൻ തന്നെ നേരിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ വകുപ്പുകൾ പ്രകാരം പാലിക്കേണ്ട ചട്ടങ്ങളും അതിൻ്റെ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണോ ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിവരങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, വോട്ടർ പട്ടികയിൽ പുതിയതായിട്ട് മെമ്പർമാർ ചേർക്കുമ്പോൾ ബൂത്ത് ലെവൽ ഓഫീസറും ഇലക്ടർ രജിസ്ട്രേഷൻ ഓഫീസറുടെയും ഓഫീസിൽ ഈ പുതിയ വോട്ടർമാരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും പരാതികളും അവിടെ പബ്ലിഷ് ചെയ്യണമെന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് നിർവഹിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ അത് മറച്ചു വയ്ക്കുകയാണ്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട രേഖകൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇത് ഇത്തരം കാര്യങ്ങൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇലക്ഷൻ കമ്മീഷൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആയതുകൊണ്ട് അത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻ്റെ നിയമവുമായിട്ട് ബന്ധപ്പെട്ട RTI ആക്ടിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട എക്സംഷൻ അണ്ടർ സെക്ഷൻ 81D അനുസരിച്ചിട്ട് അത് പൊതു താല്പര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇത്തരം എക്സംഷനൊന്നും ബാധകമല്ല എന്ന് ആ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇത് പൊതു താല്പര്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇതൊരു കമേഴ്ഷ്യലായ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും സീക്രട്ടുകളോ ഒന്നും, ട്രേഡ് സീക്രട്ടുകളോ ഒന്നും ഇതിനകത്ത് അന്തർലീനമായിട്ടുള്ളൊരു കാര്യമല്ലത്. അപ്പോൾ ഈ ഒരു സർക്കുലർ 2022 ഇറക്കിയിരിക്കുന്ന സർക്കുലർ അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം. രണ്ടാമത്തെ കാര്യം, അവിടെ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യം, ഇങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് നൽകാമോ? അപ്പോൾ അവർ പറയുന്നൊരു തമാശ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളത് സൂക്ഷിച്ചു വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലുള്ളത് കൊണ്ട് ഞങ്ങളത് സൂക്ഷിച്ചിട്ടില്ല എന്ന്. അത് തെറ്റായ വിവരമാണ്. കാരണം ഈ ഇലക്ഷൻ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഇത്തരമൊരു നോട്ടീസിൻ്റെ ബോർഡിൽ ഒരു രേഖ പതിക്കുമ്പോൾ ആ രേഖ ഒരു ഫയലായിട്ടാണ് രൂപപ്പെട്ടു വരിക. ആ ഫയൽ ബന്ധപ്പെട്ട ഓഫീസർമാർ അടിയിൽ സൈൻ ചെയ്ത ശേഷം അതിൻ്റെ ഒരു കോപ്പി നോട്ടീസ് ബോർഡിൽ പതിക്കുമ്പോൾ ഒരു കോപ്പി ഓഫീസ് കോപ്പിയായി സൂക്ഷിക്കണം എന്നുള്ളത് നിലവിലുള്ള നിയമങ്ങളാണ്. ആ നിയമപ്രകാരം അത് അവർ സൂക്ഷിച്ചിട്ടില്ല എന്നാണ് മറുപടിയെങ്കിൽ അതിൻ്റെ അർത്ഥം അവരത് പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പറഞ്ഞാൽ ഇപ്പോൾ ഇത് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഉത്തരം മറുപടി നൽകുന്നില്ല എന്ന് മാത്രമല്ല, ഇത് ഞങ്ങൾക്ക് വ്യക്തമാകുന്നൊരു കാര്യം, ഇലക്ഷൻ കമ്മീഷൻ്റെ 1950 ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഒരു വോട്ടർ പട്ടിക നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കപ്പെടാതെയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന ഞങ്ങളുടെ ആർഗ്യുമെൻറ്റ്. അതുകൊണ്ട് തന്നെ ഈ വോട്ടിൽ ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല പ്രശ്നം, ആ വോട്ടർ പട്ടിക തന്നെ അസ്ഥിരപ്പെടുത്തേണ്ട വോട്ടർ പട്ടികയാണെന്നും അത് നിയമവിരുദ്ധമായി ഉണ്ടാക്കിയിട്ടുള്ള വോട്ടർ പട്ടികയുമാണെന്നുള്ള ഞങ്ങളുടെ ആർഗ്യുമെൻറ്റ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് ഞങ്ങളിപ്പോൾ ഓരോ ബൂത്ത് അടിസ്ഥാനത്തിലും ഇതിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ബൂത്ത് ലെവൽ ഓഫീസർമാർ ഇത് നോട്ടീസ് പതിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഇത് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്നുള്ളതാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ്റെ ചോദ്യം. നമ്മൾ പരാതി കൊടുക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇന്ന വോട്ടർമാരെ അനധികൃതമായി ചേർത്തിരിക്കുന്നു എന്നൊരു പരാതി നമ്മൾ കൊടുക്കണമെങ്കിൽ അനധികൃതമായി ഇന്ന ആളുകളെ ചേർക്കാൻ പോകുന്ന അപേക്ഷകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് പരാതികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതി സമർപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമാണല്ലോ നോട്ടീസ് ഒട്ടിക്കേണ്ടത്. ആ നോട്ടീസ് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ പരാതി പറയാൻ പറ്റും. അപ്പോൾ പരാതികൾ വരാതിരിക്കാൻ വേണ്ടി നോട്ടീസ് ബോർഡിൽ നോട്ടീസ് ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഊഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഇലക്ഷൻ കമ്മീഷൻ 2022 ഇറക്കിയിരിക്കുന്ന സർക്കുലർ നിലനിൽക്കുന്ന സർക്കുലർ അല്ല, അത് നിയമവിരുദ്ധമായ സർക്കുലറാണ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഒന്നും ഇവിടെ അട്രാക്ട് ചെയ്യപ്പെടുന്ന വിഷയമല്ല. അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ തരണം. ജനങ്ങൾക്ക് സംശയം ദൂരീകരിച്ചു കൊടുക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ നിലപാടെടുക്കേണ്ടത്. അതുകൊണ്ട് അല്ലാതെ സംശയങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല.
അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇലക്ടർ റോള് തന്നെ നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഇവിടുത്തെ ഇപ്പോൾ പുതിയതായി കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യങ്ങൾ ഇരട്ട വോട്ടുകൾ. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഒരേ സമയം 2 സ്ഥലത്ത് വോട്ടുണ്ടാവാൻ പാടില്ല എന്ന് നിയമമുണ്ട്. ഇപ്പോൾ പിന്നെ ഖേരയ്ക്കെതിരായിട്ട് ഇപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഇവിടുത്തെ ഇലക്ഷൻ അത് നിയന്ത്രിച്ചിരുന്ന തൃശ്ശൂർ ജില്ലാ കലക്ടർക്ക് തന്നെ 2 വോട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ ഇപ്പോൾ വോട്ട് നിൽക്കുന്നുണ്ട്, അത് വേറെ എപ്പിക് നമ്പറിലാണ്. അതേസമയത്ത് ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് മറ്റൊരു എപ്പിക് നമ്പറിൽ വോട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന് ഈ ഇലക്ഷൻ നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തിക്ക് തന്നെ 2 വോട്ടുണ്ടെന്നുള്ളത് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും ഞങ്ങൾ പരിശോധിക്കുമ്പോൾ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നിൽക്കുന്ന ശോഭ സിറ്റിയിലെ സഫയറും അതുപോലത്തെ ടോപ്സ് എന്ന് പറഞ്ഞ 2 ഫ്ലാറ്റ് അവിടെ നിൽക്കുന്നതാണ്. ഇത് തൃശ്ശൂർ മണ്ഡലത്തിലുള്ളതല്ല. ആ ഫ്ലാറ്റിലെ അവിടെ അവർക്ക് വോട്ടുണ്ട്. അതേ ആളുകൾ അതേ അഡ്രസ്സിൽ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലെ വോട്ടർമാരായിട്ട് അവർ വോട്ട് ചേർക്കപ്പെട്ടിരിക്കുന്നു. ഏതായാലും നിയമ നടപടിയായിട്ട് മുന്നോട്ട് അപ്പോൾ ശക്തമായ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് പരിപാടികൾ അവസാനിപ്പിക്കുന്നത് മാത്രമല്ല, ഇത്തരം BJP നേതാക്കന്മാരുടെ പേരിലുണ്ടായിരിക്കുന്ന ഇത്തരം ഇരട്ട വോട്ടുകൾ, പല നേതാക്കന്മാർക്കെതിരെ ഇരട്ട വോട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്കെതിരെ എന്തുകൊണ്ട് നോട്ടീസ് കൊടുക്കുന്നില്ല? അതാണ് ഞങ്ങളുടെ ചോദ്യം. ഏതായാലും ഇലക്ഷൻ കമ്മീഷനോട് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ തന്നെയാണ് തീരുമാനം. അല്ലാത്ത പക്ഷം കോടതിയെ സമീപിക്കുക എന്ന അവസാന നടപടികളിലേക്ക് കടക്കും. ഈ പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല എന്ന സന്ദേശമാണ് വി എസ് സുനിൽകുമാർ നൽകുന്നത്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.